ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു കഥ പറയാം. അതെ, ഒരു വീട്ടിൽ ഒരു വലിയൊരു ടെറസൊക്കെ ഉള്ള വീട്ടില് നിറച്ചും അതാണ് ഈ വീട്. മനസ്സിലായോ? അതാണ് ഈ വീട്. പിന്നെ ഞാൻ ഒരു കുട്ടി എന്ന് വെച്ചാൽ ഞാൻ. അപ്പൊ ഞാൻ ഈ പൂവിന് തൊട്ട്. അപ്പൊ ഈ പൂ പറയുന്നു, എന്നെ തൊടരുത്. അപ്പൊ ഞാൻ അടുത്ത പൂവിനെ ഒന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പൊ അടുത്ത പൂ പറയുന്നു, എന്നെ തൊടരുത്, വേണ്ട എന്നെ തൊടരുത്. നല്ല ഫാഷനൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ ഈ സാധനത്തിനെ ഒന്ന് തൊട്ടപ്പോഴത്തേന് ഇത് പറയുന്നു, നോ ഐ ആം നോട്ട് യു ഫ്രണ്ട് ഫ്ലവർ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ഈ പൂവിനെ നോക്കുമ്പോ എന്റെ കൈ മുള്ളു വരും. അപ്പൊ ഈ പൂവ് ഒന്നും മറന്നില്ല. അപ്പൊ ഞാൻ ഈ പൂവിനെ ഒന്ന് തൊട്ടപ്പോഴും എന്നെ മുള്ളു കഴിച്ചു. പൂവിനോട് ഞാൻ ഒന്ന് തൊട്ടപ്പോഴത്തേന് ഈ പൂ എന്നോട് പറയുന്നു, ആ ഇലയെ പോയി ആ മരത്തിലെ ഇലയെ പോയി എന്നെ പോയി തൊടണ്ടാന്ന്. അങ്ങനെ ഞാൻ ആ മരത്തിലെ ഇലയെ പോയി തൊട്ടു. ഈ മരത്തിലെ ഇലയെ പോയി തൊട്ടപ്പോ എന്റെ കൈ മുള്ളു വരും. അപ്പൊ ആ പൂ ചിരിക്കുന്നു. അപ്പൊ ഞാൻ അതിനെ അടിച്ച് അപ്പൊ ഈ പൂ കരഞ്ഞ്. അപ്പൊ ഈ വീട്ടുകാരെല്ലാരും കേട്ട് പുറത്തിറങ്ങിയപ്പോ, ഇതാരാ ഈ കുട്ടി, നീ ആരാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല, ഞാൻ ഇവിടെ പൂക്കളെ നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് കരച്ചിലും നിർത്തി അനങ്ങാതെ നിൽക്കുന്നു. അപ്പൊ നീയാണോ കരഞ്ഞേന്ന്? അപ്പൊ ഞാനാ കരഞ്ഞേന്ന് പറയുന്നു. അപ്പോ ഈ വീട്ടുകാരകത്ത് പോയി. അങ്ങനെ ഞാൻ ഇതിനെ ഇതാക്കിയപ്പോൾ മുള്ളില്ല. എനിക്ക് ചെറുതായിട്ട് തൊട്ടപ്പോൾ ഒരു വേന വന്നു. ഇങ്ങനെ പിന്നെ പൂവുണ്ട്. അപ്പൊ അടുത്ത് അങ്ങോട്ട് കടയിൽ കുട്ടി അങ്ങോട്ട് പോയി. പിന്നെ ഈ പൂവിന്റെ എല്ലാ പൂവിന്റെയും തൊട്ടപ്പോ ഒന്നും പറയാതെ അനങ്ങാതെ. എന്നിട്ട് ലാസ്റ്റ് ഒരു പൂവിനെ നോക്കിയപ്പോ നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനെ സോ ക്യൂട്ട് എന്ന് പറഞ്ഞിങ്ങനെ ആക്കി. നല്ല ഗുണമുണ്ട്. രണ്ട് പൂക്കളുണ്ട്. അപ്പൊ ഇത് കണക്ക് പറയാൻ നിങ്ങളെങ്ങാനും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.